ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തേർഡ് മൊഡ്യൂളിലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി വാട്ടർ ഡിസ്പോസൽ സിസ്റ്റമായ ഡിസ്പോസൽ ബൈ ഡയലൂഷൻ മെത്തേഡ് ആൻഡ് ലാൻഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. ദെൻ സെൽഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് സ്ട്രീമിങ്ങും ഓക്സിജൻ സാഗ് അനാലിസിസും സ്ട്രീറ്റർഫെൽസ് ഇക്വേഷനും കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൗ ഡു യു ട്രീറ്റ് എ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ. അതിനു വേണ്ടി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രോസസ് ഉണ്ട്. എസ്പെഷ്യലി വി ഹാവ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്, പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, ദെൻ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ടെറിഷറി ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് വൺ ബൈ വൺ എങ്ങനെയാണ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളാണ് ഇനി മുതലുള്ള വീഡിയോസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ജനറലി വാട്ട് ആർ ദ മെയിൻ ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഫോർ എ മുനിസിപ്പൽ സീവേജ് എന്നുള്ളത് ആദ്യം നോക്കാം. എന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് മാത്രം നോക്കാം. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ തിയറി ആൻഡ് ഡിസൈൻ ഓഫ് സ്ക്രീൻസ് കാണും. അതും ആ ഒരു ടോപ്പിക്ക് മാത്രമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. റിമൈനിങ് ഗ്രിഡ് ചേമ്പേഴ്സ്, ഡെട്രസ് ചേമ്പർ, അതൊക്കെ നമ്മൾ കമ്മിങ് വീഡിയോസിൽ കാണും. സോ ലെറ്റ് us see what is municipal wastewater treatment. സോ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ പറയുമ്പോൾ ഒരു ഡ്രിങ്കിങ് വാട്ടറിൻ്റെ നമ്മൾ റിവർ വാട്ടർ സോഴ്സിൽ നിന്ന് ഡ്രിങ്കിങ് വാട്ടർ പമ്പ് ചെയ്ത് ഇൻടേക്ക് സ്ട്രക്ചർ വഴി പമ്പ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഡ്രിങ്കിങ് വാട്ടർ പമ്പ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു ലൊക്കാലിറ്റിയുടെ ഏറ്റവും ഹയസ്റ്റ് പോർഷനിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ഹയസ്റ്റ് എലിവേഷൻ പോയിന്റിലാണ് ആ ടാങ്ക്, സ്റ്റോറേജ് ടാങ്ക് നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ റിസർവയർ വെക്കുന്നത്. അവിടെ നിന്നാണ് ബൈ ഗ്രാവിറ്റി ഫ്ലോ ദിസ് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ ടു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്. ഓരോ കമ്മ്യൂണിറ്റിയിലേക്കും ആ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ പോകും. പക്ഷെ നമ്മൾ വൺസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ്ഡ് വാട്ടറായി, വേസ്റ്റ് വാട്ടറായി, ദിസ് ഹാസ് ടു ബി കളക്റ്റഡ് അഗെയിൻ. അങ്ങനെ ഇത് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്യുന്ന അഗെയിൻ നമ്മൾ അഡീഷണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സ്, പമ്പിങ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇത് അഗെയിൻ വി വിൽ ഡു ഇറ്റ് ബൈ ഗ്രാവിറ്റി ഫ്ലോ. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഗ്രാവിറ്റി ഫ്ലോ ബൈ ഓപ്പൺ ഡ്രെയിൻസോ ക്ലോസ്ഡ് ഡ്രെയിൻസോ സീവേഴ്സോ ഒക്കെ ഉപയോഗിച്ച് കളക്ട് ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലോട്ടാണ് നമ്മളിത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എവിടെയാണോ വരിക അവിടെയാണ് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് STPs ഉണ്ടാവുക. അപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലേക്ക് ഇത് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് വന്നത് കൊണ്ട് തന്നെ വൺസ് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രീറ്റ്മെൻറ്റ് എക്യുപ്മെന്റിലേക്ക് എത്തണമെങ്കിൽ ഇതൊന്ന് ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ വി നീഡ് എ പമ്പിങ് ഫ്രം ദാറ്റ് പോയിന്റ്. അപ്പോൾ അത്തരത്തിൽ പമ്പിങ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇത് വേസ്റ്റ് വാട്ടർ ആണെന്ന് അല്ലേ. അപ്പോൾ വേസ്റ്റ് വാട്ടറിൽ എന്തൊക്കെ മെറ്റീരിയൽ ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഈവൻ ലാർജ് ഒബ്ജക്ട്സ്, ഓക്കെ, ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ്, ഡെബ്രിസ്, സിൽറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് പമ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ്. നമ്മുടെ എക്യുപ്മെന്റിലോട്ട്, നമ്മുടെ ടാങ്കിലോട്ട് ഏത് എക്യുപ്മെന്റ് ആണോ ഫസ്റ്റ് എക്യുപ്മെന്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ അകത്തേക്ക് പമ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ പമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ അഫക്ട് ദ പമ്പിങ് സിസ്റ്റം. അതായത് ഇതിൻ്റെ അകത്ത് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ആ പമ്പ് ക്ലോഗ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം വരുന്ന വെള്ളത്തിന് എഗെയിൻ ഈ ലോവർ പോയിന്റിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സ്റ്റേജിൽ എവിടേക്ക് പ്രഷർ സഫീഷ്യൻ്റ് എല്ലാം അവിടെയൊക്കെ അഡീഷണൽ പമ്പിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും ഇവിടെ ഓരോ എക്യുപ്മെന്റിലേക്കും നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ക്ലോഗ് ചെയ്യാതെ പോവാൻ, ഓരോ ചെറിയ ചെറിയ പമ്പിങ് സിസ്റ്റത്തിലേക്ക് ക്ലോഗ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യുന്നതാണ് റിമൂവൽ ഓഫ് സച്ച് അൺവാണ്ടഡ് മെറ്റീരിയൽസ്, ക്ലോഗിങ് മെറ്റീരിയൽസ്. സോ ദറ്റ് ഈസ് ദ പ്രിലിമിനറി ട്രീറ്റ്മെന്റ്. ഏറ്റവും ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് പ്രിലിമിനറി ട്രീറ്റ്മെന്റ് ഓർ പ്രീ ട്രീറ്റ്മെന്റ്. ഓക്കെ, ദറ്റ് റിമൂവ്സ് ദ മെറ്റീരിയൽ ദറ്റ് കോസ് ഓപ്പറേഷണൽ പ്രോബ്ലംസ്. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ്, ഒബ്ജക്ട്സിന് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യും. അതല്ലെങ്കിൽ ഈക്വലൈസേഷൻ ചെയ്യും അവിടെ. സോ ദാറ്റ് ദ ഓപ്പറേഷൻ വിൽ ബി ബിക്കമിങ് മോർ എഫിഷ്യൻ്റ്ലി. സോ അത്തരം പേർപ്പസിനുള്ള എക്യുപ്മെന്റ്സ് ആണ് സ്ക്രീനേഴ്സ്, ഗ്രിഡ് ചേമ്പേഴ്സ്, ഈക്വലൈസേഷൻ ബേസ്. അപ്പോൾ ഈ മൂന്നും എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഈ മൂന്ന് പ്രോസസ്സ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ കാണും. നെക്സ്റ്റ് വൺസ് അത് പ്രിലിമിനറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് പ്രൈമറി ട്രീറ്റ്മെന്റ്.
പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന പ്രൈമറി സെറ്റിലിംഗ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ. എന്താണ് പ്രൈമറി സെഡിമെന്റേഷൻ എന്ന് ഓൾറെഡി നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിന്റെ ട്രീറ്റ്മെന്റിൽ പഠിച്ചതാണ്. സെയിം പ്രോസസ്സ് ഇവിടെ എങ്ങനെയാണെന്നുള്ളത് കമ്മിങ് വീഡിയോസിൽ നമുക്ക് നോക്കാം. അതിനുശേഷമുള്ളതാണ്, അപ്പൊ നോക്കുക, ഈ പ്രൈമറി ട്രീറ്റ്മെന്റിൽ നമുക്ക് 60% ഓഫ് ദ സോളിഡ്സ് വിൽ ബി റിമൂവ്ഡ് ആൻഡ് 35% ഓഫ് BOD വിൽ ബി റിമൂവ്ഡ് ഫ്രം ദാറ്റ് പ്രോസസ്. അതിനുശേഷം പോകുന്ന തേർഡ് പ്രോസസ് ആണ് എന്ത്? സെക്കൻഡറി ട്രീറ്റ്മെന്റ്. സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ് നമ്മൾ കൂടുതലായിട്ട് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് നോക്കുന്നത്. അതിനുശേഷം ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഇതിന് സെക്കൻഡറി സെറ്റിലിംഗ് അല്ലെങ്കിൽ സെക്കൻഡറി ക്ലാരിഫയറിൽ പാസ് ചെയ്തിട്ട് സെറ്റിൽ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? 85% of BOD and solids will be removed. So this is the main process in secondary treatment. Biological treatment നമ്മൾ ചെയ്തിരിക്കും, secondary settling നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ എന്താണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് സെക്കൻഡറി സെറ്റിലിംഗ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസുകളിൽ കാണാം. ഇനി ഇത് കൂടാതെ സ്പെഷ്യൽ കേസ് ആയിട്ടാണ് മിക്കവാറും വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് വേസ്റ്റ് വാട്ടർ ഉണ്ടാവും. സോ സം മേ റിക്വയർ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്. അത്തരത്തിലുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? ഫോർത്ത് കാറ്റഗറി ആയിട്ട് ചെയ്യും. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡറി ട്രീറ്റ്മെന്റ് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് by advanced treatment this may even remove 95% or more of BOD and solids, nitrogen, phosphorus, etc. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ പാരാമീറ്റേഴ്സ് മാറും. ആൻഡ് ഫൈനലി ആസ് യൂഷ്വൽ എല്ലാം ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിൽ പ്രിക്കോഷൻസ് ആയിട്ട് നമ്മൾ ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഡിസ്ഇൻഫെക്ഷൻ ബൈ ക്ലോറിൻ. അത് ഈ കേസിലും ചെയ്യണം. സോ വാട്ട് ഈസ് ദ ഫൈനൽ ട്രീറ്റ്മെന്റ് പ്രോസസ്? ഇനി ഈ ഓരോ സ്റ്റേജിലും വൺസ് നമ്മൾ ഇൻഫ്ലുവൻ്റ് ആയിട്ട് വരുന്ന വേസ്റ്റ് വാട്ടർ, വൺസ് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻ്റ് കംസ് ടു ദാറ്റ് പെർട്ടിക്കുലർ എക്യുപ്മെന്റ് ആൻഡ് ഗോസ് ഔട്ട് അറ്റ് എഫ്ലുവൻ്റ്, റൈറ്റ്? ട്രീറ്റ് ചെയ്ത വാട്ടറിനെ നമ്മൾ എഫ്ലുവൻ്റ് എന്ന് വിളിക്കും. പക്ഷേ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവും? സ്ലഡ്ജ് ഉണ്ടാവും. Every process have a byproduct sludge. So how do you manage this sludge? So that is also known as Fowler process. So this is the entire treatment process happening in a water treatment, wastewater treatment plant or sewage treatment plant, STPs. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ ഓരോ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. So first let us define two terms, unit operations and unit process. എന്താണ് unit operations? എന്താണ് unit process? ഇത് രണ്ടും method of treatment തന്നെയാണ്. The method of treatment in which application of physical force includes or predominates, then that process is known as unit operation. Okay, the method of treatment in which the application of physical force predominate, they are known as unit operation. And in which the method of treatment in which the chemical or biological activities predominates, they are known as unit process. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അതിൽ ചില ട്രീറ്റ്മെന്റ് മെത്തേഡ്സിൽ ഫിസിക്കൽ ഫോഴ്സസ് ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്, ചിലതിൽ ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതലായിട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റിമൂവൽ ഓഫ് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് യൂസിങ് സ്ക്രീനേഴ്സ്. അതിൽ മെയിൻ ഫങ്ഷണൽ യൂണിറ്റ് എന്താണ്? ആ സ്ക്രീനർ ആണല്ലേ. ആ സ്ക്രീനറിൽ എന്താ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ തങ്ങി നിൽക്കും, ക്ലിയർ വാട്ടർ എന്ത് ചെയ്യും? പാസ് ചെയ്ത് പോകും. ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ ഇല്ലാത്ത വാട്ടർ പാസ് ചെയ്ത്. അപ്പോൾ അവിടെ ഫിസിക്കൽ ഓപ്പറേഷൻ സ്ക്രീനർ ആണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ യൂണിറ്റ് ഓപ്പറേഷൻ. ഓക്കെ, നേരെ മറിച്ച് നമുക്ക് അറിയാം ഫിൽറ്റേഴ്സ്, നമ്മൾ റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്ററൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഫിലിം ഡെവലപ്പ് ചെയ്ത ഫിലിം ആണ് ആ ഫിൽറ്ററിങ് പ്രോസസ്സ് നടത്തുന്നത് അല്ലേ? സച്ച് പ്രോസസ്സിൽ അവിടെ ബയോളജിക്കൽ ആക്ടിവിറ്റിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അത്തരം പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? യൂണിറ്റ് പ്രോസസ് എന്ന് പറയും. ഓക്കെ, സോ ഫിസിക്കൽ ഓപ്പറേഷൻ ഇൻക്ലൂഡ്സ് സ്ക്രീനിങ്, കമ്മ്യൂണിഷൻ, ഫ്ലോ ഈക്വലൈസേഷൻ ആൻഡ് മിക്സിംഗ്. ഓക്കെ, അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് എന്ത് പറയാം? യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയും. നേരെ മറിച്ച് കെമിക്കൽ യൂണിറ്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്സോർപ്ഷൻ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, ഇലക്ട്രോഡയലൈസിസ്, ഡിസ്ഇൻഫെക്ഷൻ, അയൺ എക്സ്ചേഞ്ച്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം? കെമിക്കൽ പ്രോസസ് അല്ലെങ്കിൽ യൂണിറ്റ് പ്രോസസ് എന്നായിട്ട് പറയാം. അതല്ലാതെ നമുക്ക് അനേറോബിക് പ്രോസസ് ആൻഡ് എയറോബിക് പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ, അതും യൂണിറ്റ് പ്രോസസ്സസ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. Okay, so this is the basic difference between unit operation and unit process. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന കാറ്റഗറി ഓഫ് എക്സാംസിൽ നമുക്ക് എന്തായാലും വാട്ട് ഈസ് യൂണിറ്റ് ഓപ്പറേഷൻ ആൻഡ് യൂണിറ്റ് പ്രോസസ്സ്
അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. So see it. What is the difference between operation and process? Operation includes physical phenomena, whereas process include biological or chemical activities. Any first type preliminary treatment ഒന്ന് നോക്കാം. So what do you mean by preliminary treatment? The main intention of preliminary treatment is to remove large objects and non-degradable materials. To remove large objects and non-degradable materials. ഇതിന്റെ main purpose എന്താണ്? So that it may not clog. So ultimately we will protect the pump and other equipment from damage. അപ്പോൾ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അത്തരത്തിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് സ്ക്രീനേഴ്സ്, കമ്മ്യൂണിറ്റേഴ്സ്, ദെൻ ഗ്രിഡ് ചേമ്പേഴ്സ്. ഓക്കെ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമ്മൾ റോ സീവേജ് ആദ്യം ഏത് ഡിവൈസിലോട്ടാണ് പാസ് ചെയ്യുന്നത്? സ്ക്രീനേഴ്സിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ ഒക്കെ ഇവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിനെ നമ്മൾ എങ്ങോട്ടാണ് പാസ് ചെയ്യുന്നത്? സെക്കൻഡ് ഡിവൈസ് ഗ്രിഡ് ചേമ്പർ. ഓക്കെ, ഗ്രിഡ് ചേമ്പറിൽ നമ്മൾ ഗ്രിഡ്സ് ഒക്കെ സെറ്റിൽ ചെയ്യും. എന്താണ് ഗ്രിഡ്, എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ നമ്മൾ ഏതാണ് ഫോക്കസ് ചെയ്യുന്നത്? സ്ക്രീനേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് let us see what are the main equipments used for preliminary treatment and then move on to screeners. So preliminary treatment ൽ നമുക്ക് ഏറ്റവും ആദ്യം യൂസ് ചെയ്യേണ്ടതാണ് സ്ക്രീനേഴ്സ്. സ്ക്രീനേഴ്സിൽ തന്നെ കോർ സ്ക്രീൻ ഉണ്ട്, മീഡിയം സ്ക്രീൻ ഉണ്ട്, ഓക്കെ, ഫൈൻ സ്ക്രീൻ ഉണ്ട്, and even some situation you can use micro screeners. Okay, this is the first equipment for sewage. അപ്പോൾ ഇതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ടു റിമൂവ് ദ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ്. ഓക്കെ, എത്രമാത്രമുള്ള എങ്ങനെയുള്ള സൈസൊക്കെ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്യണം, അത്തരത്തിൽ നമുക്ക് ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ക്രീനേഴ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിറ്റേഴ്സ്. ദിസ് ഈസ് യൂഷ്വലി ഓർ you can call it as simply as a grinder. ഒരു ഗ്രൈൻഡറിന്റെ പർപ്പസ് എന്താണെന്ന് അറിയാലോ അല്ലേ? നമുക്ക് ചില വസ്തുക്കൾ പാസ് ചെയ്ത് പോയാൽ പ്രശ്നമില്ല, ലേറ്റർ ഓൺ ഇറ്റ് വിൽ ഡികമ്പോസ് ഓർ സെറ്റിൽ ഡൗൺ. അത്തരം മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് കമ്മ്യൂണിറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗ്രിഡ് ചേമ്പർ, ഡെട്രിസ് ചേമ്പർ ആൻഡ് സ്കിമ്മിംഗ് ടാങ്ക്. അപ്പോൾ എന്താണ് സ്ക്രീനിങ്, എന്താണ് കമ്മ്യൂണിറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് ലെറ്റ് us see screening. Wastewater screening. It is the first unit operation in all wastewater treatment. ഏതൊരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിലും ഏറ്റവും ആദ്യം ചെയ്യുന്ന യൂണിറ്റ് ഓപ്പറേഷൻ ആണ് സ്ക്രീനിങ്. ഓക്കെ, ഇറ്റ് വിൽ റീറ്റെയിൻ സോളിഡ്സ് ഫൗണ്ട് ഇൻ ഇൻഫ്ലുവന്റ് വേസ്റ്റ് വാട്ടർ. അതായത് ആ സ്ക്രീനറിലേക്ക്, ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വരുന്ന ഇൻഫ്ലുവന്റ് വേസ്റ്റ് വാട്ടറിലുള്ള സോളിഡ്സും ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനും ഒക്കെ എന്ത് ചെയ്യും? ഇത് റിമൂവ് ചെയ്യും. So that is the main function of screener. In addition to that, it will prevent damage to other process equipment. Okay, it will improve the efficiency of the whole system. കാരണം നമുക്ക് മെജോറിറ്റി ആ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അത്തരം കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ അത് കാരണമുള്ള ലോഡ് കുറയും. ഓക്കെ, ഇനി കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ വേസ് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കോമൺലി ഈ മെറ്റീരിയൽസ് നമ്മൾ ഈ വാട്ടറിൽ ബാർ സ്ക്രീൻ വഴി പാസ് ചെയ്യുമ്പോൾ വാട്ടർ പാസ് ചെയ്ത് നെക്സ്റ്റ് എക്യുപ്മെന്റിലോട്ട് പോകും. ഇവിടെ കിടക്കുന്ന ആ പ്ലാസ്റ്റിക് വേസ്റ്റ്, അത് മെറ്റീരിയൽസ്, അതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു ടേം ആണ് സ്ക്രീനിങ്സ്. ഓക്കെ, ദ മെറ്റീരിയൽസ് ദാറ്റ് ആർ റിമൂവ്ഡ് യൂസിങ് സ്ക്രീൻ, അതിനെ എന്ത് വിളിക്കും? സ്ക്രീനിങ്സ്. ഓക്കെ, നൗ ലെറ്റ് us see what are the different types of wastewater screeners. അത് മെയിൻ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വി ക്യാൻ യൂസ് കോർ സ്ക്രീനേഴ്സ്, ഫൈൻ സ്ക്രീൻസ്, മൈക്രോ സ്ക്രീൻസ്, ദെൻ ഇൻ ബിറ്റ്വീൻ അഗൈൻ വൺ മോർ മീഡിയം സ്ക്രീൻസ്. ഓക്കെ, ഇത്തരം 4 സ്ക്രീൻസ് നമുക്ക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് വൺ ഈസ് കോർ സ്ക്രീനേഴ്സ്. കോർ സ്ക്രീനേഴ്സ് നമുക്ക് 2 തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഹാൻഡ് ഓപ്പറേറ്റഡ് റേക്സ്, അതായത് ഇതിൻ്റെ അകത്ത് ഇവിടെ ഡെപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ ഈ ഹാൻഡ് റേക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും?
നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്ത് അതിൻ്റെ കൺവെയറിലേക്ക് ഇട്ടിട്ട് പാസ് ചെയ്യേണ്ടി വരും. അതല്ല എങ്കിൽ നമുക്ക് മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഡിവൈസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മെക്കാനിക്കൽ ബ്രേക്സ് ഇവിടെ ഉണ്ട്. ഇത് ഓരോന്നും ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ഡെപ്പോസിഷൻ വരുമ്പോഴേക്കും ഇത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യും. ഓർ ഇഫ് യു വോണ്ട് ടു സീ ഹാൻഡ് ഓപ്പറേറ്റഡ് ബ്രേക്കേഴ്സ്, സീ ഹിയർ. ഈ രീതിയിലാണ് ഇവിടെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി മാനുവലി ഓപ്പറേറ്റഡ് ആണ്, ഹാൻഡ് ഓപ്പറേറ്റഡ് മൂവ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ആണ്. നേരെ മറിച്ച് ഇത് മെക്കാനിക്കൽ ഡിവൈസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ റേക്സ് കൊടുത്തിട്ടുണ്ടാകും. ഈ റേക്സ് കൺവെയറോ ബെൽറ്റോ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് ഇവിടെ ഒരു അഗെയിൻ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ടാവും. ആ കൺവെയർ ബെൽറ്റിലേക്കായിരിക്കും വീഴുക. ആ കൺവെയർ ബെൽറ്റ് വഴി എന്ത് ചെയ്യും, ഇത് പാസ് ചെയ്ത് ഈ സൈഡിലേക്ക് വന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ സ്ക്രീനർ വിൽ വർക്ക്. സോ ഇതൊരു കോൾ സ്ക്രീനിന് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. സോ കോൾ സ്ക്രീൻ ഹാവ് ക്ലിയർ ഓപ്പണിംഗ്സ് റേഞ്ചിങ് ഫ്രം 6 to 150 mm. From 6 to 150 mm. They are parallel bars. നിങ്ങൾ ഓൾറെഡി കണ്ടു എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Or rods. Okay, and they will be at inclined പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് ഓഫ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്തിട്ടായിരിക്കും ഇത്തരത്തിൽ കോൾ സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ മെയിൻലി ഹാൻഡ് ഓപ്പറേറ്റഡ് സ്ക്രീനേഴ്സ് ആണെങ്കിൽ 45 ഡിഗ്രി ഈവൺ മോർ ഇൻക്ലിനേഷൻ കൊടുത്തിട്ടുണ്ടാവും. നേരെ മറിച്ച് മെക്കാനിക്കൽ ഡിവൈസ് ആണെങ്കിൽ സിൻസ് ഇറ്റ് ഈസ് മെക്കാനിക്കൽ നമുക്ക് ഓൾമോസ്റ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ വേണമെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരത്തിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ഏരിയ ഫോർ passing of water will be obtained, more area for screening will be obtained over there. So that is the main difference between hand operated and mechanical operated. നമുക്ക് കൂടുതൽ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കും. അതുവഴി കൂടുതൽ വാട്ടർ പാസ് ചെയ്യാൻ പറ്റും, കൂടുതൽ സ്ക്രീനിങ് നമുക്ക് അവിടെ സംഭവിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാർ റാക്ക്. ഓക്കെ, ആൻഡ് ഇറ്റ് റിമൂവ്സ് coarse solids. Next is medium bar screen. Medium bar screen similar to coarse bar screen തന്നെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ ഓപ്പണിംഗ് റേഞ്ച് 6 to 150 mm എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇത് എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 12 mm ഓപ്പണിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബാർ വിൽ ബി ഓഫ് യൂഷ്വലി 10 mm തിക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രീനേഴ്സിൽ മിക്കവാറും ഹാൻഡ് ഓപ്പറേറ്റഡിനെക്കാട്ടും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ഓപ്പറേറ്റഡ് റേക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so that is the main difference between coarse bar screen and medium bar screen. Next one is fine screeners. These are not normally used for raw sewage directly because fine screener ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ക്ലോഗിങ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലോഗിങ് ഒഴിവാക്കാൻ തന്നെ ഇത് ഫൈൻ സ്ക്രീനേഴ്സ് റോ സീവേജ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറില്ല. പക്ഷേ സ്പെസിഫിക്കലി ഫോർ സെർട്ടൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ വേ ഫോം ആൻഡ് സ്കംസ് ആർ ഫോംഡ്, അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടറിൽ ആ ഫോമും സ്കംസും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഫൈൻ സ്ക്രീനേഴ്സ് യൂസ് ചെയ്യും. ദേ വിൽ ഹാവ് എ ക്ലിയർ ഓപ്പണിംഗ് ഓഫ് 5 mm. They will be having a clear opening of 5 mm. അത്ര ചെറിയ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ റോ സീവേജിന് യൂസ് ചെയ്യില്ല, പകരം സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി മാത്രമായിരിക്കും യൂസ് ചെയ്യുക. സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഫൈൻ സ്ക്രീൻസ്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അതിൻ്റെ ഓപ്പണിങ്സ് വെരി സ്മോൾ ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ, യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് this is the way how you can see the plan and section of the bar screeners. അപ്പോൾ പാരലൽ ആയിട്ട് ലേ ഡൗൺ ചെയ്തിരിക്കുന്ന ബാർ സ്ക്രീനേഴ്സ് ആണ്. ഓക്കെ, എന്നിട്ട് ഇതുവഴി പാസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ത് ചെയ്യും, ഈ പ്ലാറ്റ്ഫോമിലേക്കാണ് വന്ന് വീഴുക. അപ്പോൾ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യണം, പെർഫറേറ്റഡ് പ്ലാറ്റ്ഫോം ആയിട്ട് കൊടുക്കുന്നു. സോ ദാറ്റ് ദ വാട്ടർ വിൽ ബി അഗെയിൻ പാസിംഗ് back to the treatment plant itself. Only the screenings left out will be passed away through the conveyor to the next stage of treatment. Okay, ഇത് ഒരു ഇൻക്ലിനേഷനിൽ കൊടുത്തിട്ടുണ്ടാവും at 45 degree or in and around degree. Okay, so that the remains, the screenings will move top to the conveyor to the platform, and that water effluent water will pass forward to the next chamber. ഇത്തരത്തിലാണ് നമ്മളൊരു സ്ക്രീനേഴ്സ്, whether it is coarse screen or medium screen, we will arrange it like this. Next one is കമ്മ്യൂണിറ്റർ. സ്ക്രീനിങ് അല്ലാതെ ചില മെറ്റീരിയൽസ് നമുക്ക് ഷ്രെഡ് ചെയ്ത് പാസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്തരത്തിൽ മെറ്റീരിയൽ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു എക്യുപ്മെൻ്റ് ആണ് കമ്മ്യൂണിറ്റർ. ഓ യു ക്യാൻ സിംപ്ലി കോൾ ഇറ്റ് ആസ് ഗ്രൈൻഡർ.
Okay, so it is a mechanically cleaned screener which incorporates a cutting mechanism that shred the retained material and enable it to pass along with the sewage. അപ്പോൾ further stage of treatment processൽ ഇതായത് it will settle down or decompose അത്തരത്തിലുള്ള മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റർ പറഞ്ഞുള്ള ഡിവൈസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലൊന്നും യൂസ് ചെയ്യില്ല. മെയിൻലി ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ സ്മോൾ സൈഡ് STPs up to 1 ml. 1 ml. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ STPസിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇഫ് യു വോണ്ട് ടു സീ ഇറ്റ്, so this is a typical commutator where this will rotate with a particular velocity, and during this rotation what happens is ഈ മെറ്റീരിയൽസ് പാസ് ചെയ്യുമ്പം ഇവിടെ ഒരു കർവ് പ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ റൊട്ടേഷൻ്റെയും ആ കർവ് പ്ലേറ്റിൻ്റെയും ഇടയിൽ പെട്ടിട്ട് എന്ത് ചെയ്യും, the shredding of this material will happen. So this shredded materials will pass along the effluent. Okay, അത്തരത്തിലാണ് കമ്മ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക. Next is velocity through the screen. അപ്പോൾ സ്ക്രീനേഴ്സും കമ്മ്യൂണിറ്റേഴ്സും കണ്ടു. ഇനി ഒരു സ്ക്രീനർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്തേക്ക് വരുന്ന ഇൻഫ്ലുവൻറ്റിൻ്റെ വെലോസിറ്റിയാണ്. എത്രമാത്രം വെലോസിറ്റി വെച്ച് കഴിഞ്ഞാലാണ് മാക്സിമം എമൗണ്ട് ഓഫ് സ്ക്രീനിങ്സ് അവിടെ റിറ്റെയിൻ ചെയ്യുക. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. കാരണം ഒരു സ്ക്രീനിങ്സും പാസ് ചെയ്ത് എഫ്ലുവൻറ്റിൻ്റെ കൂടെ പോവാതെ അവിടെ ആ സ്ക്രീനറിൽ തന്നെ തങ്ങിക്കിടക്കണം. അത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെലോസിറ്റിയാണ് 0.6 to 12 meter per second or not even less than 0.3 meter per second. അതായത് 0.3 meter per secondലേക്ക് കുറയാതെ ഒരു 0.6 to 12 meter per secondലേക്ക് പോവാം. Or appropriately we can take, or average we can take 0.8 meter per second for our design. അപ്പോൾ ഡിസൈൻ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0.8 meter per second ആയിട്ട് എടുക്കാം. Next is head loss through the screens. ഒരു സ്ക്രീനർ വഴി ഇൻഫ്ലുവൻറ്റ് പാസ് ചെയ്ത് എഫ്ലുവൻ്റ് ആയി മാറുമ്പോഴേക്കും എത്രമാത്രം ഹെഡ് ലോസ് അവിടെ സംഭവിക്കുന്നത്. യു ക്യാൻ ഡയറക്ട്ലി യൂസ് ദിസ് ഇക്വേഷൻ HL is equal to 0.0729 into V square minus V square. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ നമ്മൾ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെയിൻ ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് വൺസ് ഇത് സ്റ്റാർട്ടിങ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്, ഏറ്റവും ഫൈനൽ ഡിസിൻഫെക്ഷൻ വരെ ഇത് കംപ്ലീറ്റ്ലി സ്മൂത്ത് ഫ്ലോ ആയിട്ട് സംഭവിക്കണം. ഇപ്പോൾ എവിടെയൊക്കെ ഹെഡ് ലോസ് ബിയോണ്ട് അവർ ലിമിറ്റ് ഇറ്റ് ഹാപ്പൻസ്, വി ഹാവ് ടു പമ്പ് ദാറ്റ് വാട്ടർ സീവേജ് എഗെയിൻ ഫോർ ദ പ്രോസസ് ടു കംപ്ലീറ്റ് ഇൻ ദ പ്രോപ്പർ മാനർ. അപ്പോൾ ഹെഡ് ലോസ് എത്രയാണ്, ഒരു ലിമിറ്റിൽ കൂടുതൽ ആവാൻ പാടില്ല. അത്തരത്തിൽ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഹെഡ് ലോസ് എത്രയാണെന്ന് നോക്കേണ്ടി വരും. സോ ഹിയർ യു ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ 0.0729 into capital V square minus small v square, where HL is the head loss, okay, in meters, and capital V is velocity of flow through screen, okay, through screen. And next is small v, which is velocity of flow before the screen. Okay, so this is what capital V and small v is. ഇനി ഈ വാല്യൂസ്, അതായത് ഹെഡ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പ്രാക്ടീസ് നമുക്ക് ഒരു 0.15 മീറ്റർ വരെ നമ്മുടെ ഹെഡ് ലോസ് ആവാം, ഓർ ഇറ്റ് ഷുഡ് നെവർ എക്സീഡ് 0.3 മീറ്റർ. The maximum limit is 0.3 meter. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ obviously we have to calculate what is the head loss. ആ ഹെഡ് ലോസ് within this range ആണോ, in and around ഈ range ആണോ നോക്കുക. ഇനി ഇത് അഥവാ ഇതിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, റീഡിസൈൻ അവർ ഡിസൈൻ. Now let us do a design of screener. So ഇതിന് വേണ്ടിയിട്ട് let us see the question. Design a mass screen for a peak average flow of 40 mld. So for that, for designing it, first let us assume the bars are at an inclination of 45 degree, okay, and bars are of size 9 mm by 50 mm, okay, with 9 mm facing the flow. And let the spacing between these bars spacing be 36 mm between bars, okay. And average velocity of flow നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്രയാണ് വെലോസിറ്റി എടുക്കാൻ പറ്റുന്നത്, 0.8 meter per second.
like 0.8 meter per second or in and around value എടുക്കാം 0.9 meter per second or 1 meter per second ഏറ്റവും എളുപ്പത്തിൽ calculation ചെയ്ത് തീർക്കണമെങ്കിൽ 1 meter per second എടുക്കാം. So these are the basic assumptions what we have done. Now we will design this. Okay, so for that purpose let us design. First we have to find out the maximum rate of flow. So maximum rate of flow calculate ചെയ്യണം. നമുക്കറിയാം 40 mld ആണ്. 40 mld നെ in terms of meter cube per second ലേക്ക് മാറ്റാം. So 40 into mld million 10 raised to 6 divided by day. Day is 24 into 60 into 60. So 24 hour 60 minutes 60 second. Okay, into million liters ആണ്. അതിനെ നമുക്ക് meter cube ലേക്ക് മാറ്റാൻ വേണ്ടി into 10 power minus 3. So this will be equal to 0.463 meter cube per second. Okay, ഇനി നമുക്ക് ഇത്രയും ഡിസ്ചാർജിനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് ഓൾറെഡി വെലോസിറ്റി നമ്മൾക്ക് എത്രയാണ് എടുക്കേണ്ടത്, വെലോസിറ്റി നമ്മൾ എടുക്കുന്നത് എത്രയാണെന്ന് പറഞ്ഞു. വെലോസിറ്റി ഈസ് 0.8 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ വെലോസിറ്റി അറിയാൻ ഡിസ്ചാർജും അറിയെങ്കിൽ ഏരിയ ഓഫ് നെറ്റ് സ്ക്രീൻ എടുത്തൂടെ. സോ നെറ്റ് ഏരിയ ഓഫ് സ്ക്രീൻ ഈസ് ഈക്വൽ ടു 0.463 divided by 0.8. So this will be equal to 0.5787 meter square. Okay, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് this is at an inclination of 45 degree and it is spacing of 36 sigma. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇൻക്ലിനേഷൻ വരുമ്പോഴേക്കും ഇത് എത്ര ഏരിയ ആണ് എടുക്കേണ്ടത്, അതിൽ കൂടുതൽ ഏരിയ എടുത്താലേ നമുക്ക് ഡിസൈനിലേക്ക് പ്രോപ്പർ ആവുള്ളൂ. സോ ഗ്രോസ് ഏരിയ ഓഫ് സ്ക്രീൻ വിൽ ബി ഈക്വൽ ടു gross area equal to 0.5787 into 45 by 36. So this will be equal to 0.7234 meter square. Since again this screen is inclined at 45 degree, we have to specifically find out the area of screen required. Okay, area of screen required is equal to, നമ്മളിത് ഗ്രോസ് ഏരിയ ഓഫ് സ്ക്രീൻ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്പെസിഫിക്കലി ആ 45 ഡിഗ്രി ഇൻക്ലിനേഷനും കൂടി ഒന്നും കൂടി എടുത്ത് കൺഫേം ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ 0.7234 ഡിവൈഡഡ് ബൈ സൈൻ 45. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1.023 meter square. Now we have to find out the velocity of flow through screen or above screen. Okay, velocity of flow above screen. So that will be equal to 0.8 an average velocity into spacing between the material divided by the angle. So this will be equal to 0.64 meter per second. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വെലോസിറ്റി കിട്ടി. ഒന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ആവറേജ് വെലോസിറ്റി 0.8 meter per second, that is capital B equal to 0.8 കിട്ടി. Small b is equal to 0.64. Through the screen നമുക്ക് ഉള്ള വെലോസിറ്റി 0.64 കിട്ടി. അത് പ്രകാരം നമ്മൾ ഹെഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഹെഡ് ലോസ് equal to 0.0729 into v square minus v square calculate here. So this will be equal to 0.017 meter. That means this is less than 0.15 meter. Okay, hence our design is safe. So ഈ രീതിയിൽ നമുക്ക് വേണം പ്രോബ്ലം ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു രീതിയിലും കൂടി നമുക്ക് ഡിസൈൻ സ്ക്രീനറിന്റെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. So here this is another example of design of screen where we have to design an average discharge of 0.2 meter per second. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാണെങ്കിലും നമ്മൾ ഫ്ലക്ച്വേഷൻസ് എപ്പോഴും മനസ്സിലുണ്ടാവണം. സോ ഫ്ലക്ച്വേഷൻസ് ലെറ്റ് ദ ഫ്ലക്ച്വേഷൻ ഫാക്ടർ ബി ഓഫ് 2. സോ ഡബിൾ ഓഫ് ദ ഡിസ്ചാർജ് എടുക്കുക. 0.4 meter cube per second ആണ് ആ പ്ലാന്റിലേക്ക് വരുന്ന ഡിസ്ചാർജ് എന്ന് എടുക്കുക. ആവറേജ് ഫ്ലോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 0.8 meter per second പകരം 1 meter per second എടുത്തു. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്ര കിട്ടി? 0.4 meter square. ഏരിയ ഓഫ് കംപ്ലീറ്റ് സ്ക്രീനർ is 0.4 meter square. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ഇത് സ്ക്രീനറിന്റെ ഏരിയ ഫ്ലോ ത്രൂ ദ സ്ക്രീൻ ആണ് 0.4 മീറ്റർ. ഇത്രയും ഇതാ എന്താണ് വാട്ടർ ആണ്, അല്ലെങ്കിൽ അത്രയും ഏരിയയിലേക്കൂടെയാണ് നമുക്ക് വാട്ടർ പാസ് ചെയ്യുക. ഏരിയ ഫ്ലോ ത്രൂ ദ സ്ക്രീൻ 0.4 meter square ആയിട്ട് എടുക്കാം. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് സ്ക്രീനർ
നമുക്ക് 0.4 മീറ്റർ സ്ക്വയർ എന്തിനു വേണം? ഓപ്പണിംഗ് ആയിട്ട് തന്നെ വേണം. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് സ്ക്രീൻ എത്രയായിട്ട് എടുക്കുക? ട്വൈസ് ഓഫ് ഈ ടോട്ടൽ ഏരിയ ദാറ്റ് ഏരിയ. സോ 2 into 0.4 എടുക്കുക, 0.8 മീറ്റർ പെർ 0.8 മീറ്റർ സ്ക്വയർ എടുക്കുക. Now ആ സ്ക്രീനറിന്റെ ഡെപ്ത് കംപ്ലീറ്റ്ലി ഒന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി 800 മീറ്റർ. അപ്പോൾ 800 മീറ്റർ ആണ് ഡെപ്ത് എങ്കിൽ 800 mm ആണ് ഡെപ്ത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദി സ്ക്രീൻ വിൽ ബി 0.8 ഡിവൈഡഡ് ബൈ നമുക്ക് 0.8 മീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ ഏരിയ. സോ 0.8 meter square total area divided by depth of the screen 0.8, so that will be equal to 1 meter. 1 meter ആയിരിക്കും width of the screen. So again now you have to assume a medium screen of 40 mm size. 40 mm size le screen assume ചെയ്യുക. അപ്പോൾ number of openings screen along the width number of openings എത്ര കൊടുക്കാൻ പറ്റും? 1/0.04 കൊടുക്കുക. So that will be equal to 25 openings കൊടുക്കാൻ പറ്റും. 25 openings ന്റെ ഇടയിൽ എത്ര flats ഉണ്ടാവും? 24 flats ഉണ്ടാവും. Each flats ന്റെ thickness let it be 5 mm. ഓരോ flats ന്റെയും thickness 5 mm ആണെങ്കിൽ okay, and angle thickness at both end ഈ രണ്ട് എൻഡിലുള്ള തിക്നെസ് എത്രയാണ്? 25 mm ആണെങ്കിൽ ടോട്ടൽ width of the screen will be നമുക്ക് 25 ഓപ്പണിങ്സ് ഉണ്ട്. സോ 25 into 0.04 അതാണ് ആ ഓപ്പണിങ്ങിന്റെ width പ്ലസ് ഫ്ലാറ്റ്സ് എത്ര എണ്ണം ഉണ്ട്? 24 ഉണ്ട്. അതിന്റെ തിക്നെസ് എത്രയാണ്? 0.5 mm ആണ്. സോ 24 into 0.05 ആണ്. എൻഡ് ഫ്ലാറ്റ്സിന് എത്രയുണ്ട് തിക്നെസ്? 25 mm ആണ്. സോ 2 into 0.25. സോ ടോട്ടൽ width of the screen will be equal to 2.25 meter. So this is how you have to design a screener. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ സ്ക്രീനറിന്റെ ഡിസൈൻ ചെയ്യാം. Unless and until it is specifically specified to calculate head loss, you can use this method also to design the screener.